ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാപ്പ് സ്വാപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സമയം വൈകാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ടാപ്പ് സ്വാപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാപ്പ് സ്വാപ്പും അതുപോലെ തന്നെ ടോണും കൂടെ ട്വിറ്ററിൽ അവരുടെ ഒരു AMA കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്ന്. ഇക്കഴിഞ്ഞ ജൂൺ 19 ആയിരുന്നു അവരുടെ ഒരു AMA കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ നമ്മൾ ടാപ്പ് സ്വാപ്പിൽ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഡെവലപ്മെൻ്റ് ആണ് അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവരുടെ ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലാണെങ്കിലും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ട്വിറ്ററിൽ തന്നെ 6 മില്യണ് മേലെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 55 മില്യൺ ടോട്ടൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഈ റീസെൻ്റ് AMAയിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ടാപ്പ് സ്വാപ്പ് ആദ്യം അവർ സൊലാന ബ്ലോക്ക് ചെയിനിലാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർ സൊലാന വിട്ടിട്ട് ടോൺ ബ്ലോക്ക് ചെയിനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ചോദിച്ചു, എന്തുകൊണ്ടാണ് ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ മാറ്റിയിട്ട് നിങ്ങൾ ടോണിലേക്ക് വന്നതെന്ന് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോൾ അവരുടെ ടീം ആൻസർ ചെയ്ത് ഇങ്ങനെയാണ്. അതായത് തീർച്ചയായിട്ടും അവർ ആദ്യം തുടക്കത്തിൽ, അതായത് ഈ ബോട്ട് ഡെവലപ്പ് ചെയ്ത തുടക്ക സമയത്ത് സൊലാന ബ്ലോക്ക് ചെയിനിലാണ് അവരുടെ പ്രൊജക്റ്റ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവരെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാട്ടും കൂടുതൽ ആൾക്കാർ ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയത് കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഗെയിം ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും കൊണ്ട് തന്നെ അവരുടെ ബ്ലോക്ക് ചെയിൻ റീകൺസിഡർ ചെയ്ത് ടോൺ ബ്ലോക്ക് ചെയിനിലേക്ക് മാറി എന്നാണ് ഇവരിവിടെ തന്നിരിക്കുന്ന ആൻസർ. അതുപോലെ തന്നെ ഈ ഒരു ആവശ്യമായിട്ട്, അതായത് ഇവരുടെ പ്രൊജക്റ്റ് ടോണിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ടോൺ ഫൗണ്ടേഷനെ ആൾക്കാരുമായിട്ട് സമീപിച്ചപ്പോഴും അവരുടെ അടുത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഇവഞ്ച്വലി ടോൺ ബ്ലോക്ക് ചെയിനിൽ അവരുടെ പ്രൊജക്റ്റ് റിലീസാക്കാനായിട്ട് തീരുമാനിച്ചു എന്നാണ് റീസെൻ്റ്ലി നടന്നിട്ടുള്ള AMAയിലെ പ്രധാന ക്വസ്റ്റ്യനിലൊന്നായിട്ടുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്ലോക്ക് ചെയിൻ മാറ്റിയത് എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് നമ്മുടെ ടാപ്പ് സ്വാപ്പിൻ്റെ ടീം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈ വാസ് ദെയർ എ പെയ്ഡ് ബൂസ്റ്റിംഗ് ഓപ്ഷൻ? ഈ ഒരു പെയ്ഡ് ബൂസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ടാപ്പ് സ്വാപ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ ബാലൻസ് നിങ്ങൾ കുറച്ച് ടോൺ കൊടുക്കുകയാണെങ്കിൽ അവർ ഇരട്ടിയാക്കി തരും എന്ന് പറഞ്ഞിട്ടൊരു കുറഞ്ഞ സമയത്തേക്ക് ഒരു ലിമിറ്റഡ് ഓഫർ പോലെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പെയ്ഡ് ബൂസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ വെച്ചിട്ടുള്ളതെന്ന്. സോ ബേസിക്കലി ഞാനും അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു കാര്യത്തിനെതിരായിരുന്നു. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയാൽ മതി, അല്ലാതെ അതിനകത്തേക്ക് എക്സ്ട്രാ പൈസ ഇടുന്നതിനോട് എനിക്ക് എപ്പോഴും എതിർപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ ഇതുപോലെ വേറെ പ്രൊജക്റ്റ് വന്നാലും അപ്പോഴും ഞാൻ അതിനെ എതിർക്കത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്തോ അത് ഫാം ചെയ്യാം. നമ്മൾ വാലറ്റിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചില പ്രൊജക്റ്റുകളുടെ മെയിൻ നെറ്റിലേക്കൊക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഫണ്ട് മുടക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളില്ലാത്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവർ പൈസ ഡയറക്റ്റ് നമ്മുടെ ഇത് പിരിവ് വാങ്ങുന്ന മാതിരി ചോദിക്കുന്ന സമയത്ത് വളരെ വലിയൊരു എതിർപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ഇതിന് തന്നിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതിനും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവരുടേതായ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് ടോൺ വാങ്ങിച്ചിട്ട് ഉള്ളത് എന്നാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും ഇതിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റുകൾക്ക്, എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങുകൾക്കൊക്കെ ഇവർക്ക് എന്തായാലും പണം ആവശ്യമായിട്ട് വരും എന്നൊക്കെയാണ് ഇവരിവിടെ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ. ഞാൻ നമ്മുടെ ലാസ്റ്റ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈനാൻസിൻ്റെ അഫിലിയേറ്റ് എന്നുള്ള ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ ബൈനാൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഇവർ അതിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുത്തിട്ട് ബൈനാൻസിനും കൊടുത്തിട്ടുണ്ടാവണം. ആ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പിന്നെ അടുത്തായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നാണ്. അതിനവർ തന്നിരിക്കുന്ന ആൻസർ, അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോയിൽ കൂടെയുള്ള എന്താ പറയുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് നമ്മൾ സോഷ്യൽ ഫൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധതരം ക്വസ്റ്റ് പ്ലാറ്റ്ഫോമുകൾ അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ അതിനൊക്കെ ലോഞ്ചിങ് ഉടനെ വരും എന്നൊക്കെയാണ്
ഇപ്പം ടാപ്പ് സ്വാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കണോമിക്സ് ആണ്. ടോക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എത്രത്തോളം ടോട്ടൽ സപ്ലൈ ആയിരിക്കും റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ആ ഒരു ടോട്ടൽ സപ്ലൈയിൽ നിന്ന് എത്ര ഭാഗം കൊടുക്കും എന്ന തരത്തിലുള്ള ഡീറ്റെയിൽസിനൊക്കെയാണ് നമ്മൾ ടോക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ടോക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്, പക്ഷേ അത് പബ്ലിഷ് ചെയ്യാനായിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾ വിവിധ എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ ആക്റ്റീവ്ലി ടയർ 1 എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ടയർ 1 ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കൊരു പ്രൈസ് ഈ ഒരു ടോക്കൺ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം അവർ പറഞ്ഞിട്ടുണ്ട്, എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഓൾ ടോക്കൺസ് വിൽ ഡെഫിനറ്റ്ലി ബി അലോക്കേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് മൊത്തത്തിൽ എത്രത്തോളം ടോക്കണാണോ വരുന്നത് അതിലൊരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ, അത് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, അതൊക്കെ അവർ ഭാവിയിൽ അനൗൺസ് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ പുറകിലുള്ള ടീം ഏതാണ്, എന്താണ് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്നൊക്കെ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് ഇവർ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അല്ല തന്നിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇവർ പറയുന്നത് യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്, ഏകദേശം 25+ മെമ്പേഴ്സാണ് അവർക്കുള്ളതെന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും അവരുടെ ടീം ആരാണ് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ വരും ദിവസങ്ങളോ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമായിരിക്കും. ഇനി ഈ ഒരു എംഎനകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംഎയിൽ വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണിത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിലും നടത്തുക എന്ന് ചോദ്യം വന്നപ്പം അവർ പറഞ്ഞിട്ടുള്ള റിപ്ലൈ ഇതാണ്. അതായത് അവർ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ ബോട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, മൾട്ടി അക്കൗണ്ടൊക്കെ ഒരു പക്ഷേ അതിൽ പെടുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എയർ ഡ്രോപ്പിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇവരിതിൽ സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾ ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള ടാപ്പ് ചെയ്യുന്ന ബോട്ടുകളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. എക്സ്റ്റേണൽ ബോട്ട്സ്, ഈ ഒരു ഗെയിമിൻ്റെ ഉള്ളിലുള്ള ബോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എക്സ്റ്റേണൽ ബോട്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി കുറച്ച് പേരുടെയൊക്കെ അക്കൗണ്ട് പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ടെലഗ്രാമിൽ കുറേയധികം നാളുകൾക്ക് മുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പോയിന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വി ഹാവ് ക്രിയേറ്റഡ് എ മോണിറ്ററിംഗ് സിസ്റ്റം ടു ട്രാക്ക് യൂസർ ബിഹേവിയർ ഐഡൻറ്റിഫൈയിങ് അക്കൗണ്ട്സ് ദാറ്റ് ഡിസേർവ് ടു ബി ബാൻഡ്. അതായത് ഇവരുടെ ആ ഒരു പ്രത്യേക തരം സിസ്റ്റം കാര്യങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. അത് ഓരോ യൂസറിനെയും ബിഹേവിയർ അവർക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ ഏകദേശം ബോട്ടാണോ അതോ ഹ്യൂമൻ ആണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി അവർ ജൂലൈ 1 ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചൊക്കെ ആയിട്ടാണ് ഇവർ കൊളാബറേഷൻ നടത്തുന്നത് എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലേക്കൊക്കെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ജോയിനിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഒരു എയർ ഡ്രോപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഇതുപോലത്തുള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.